ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 8, വിശുദ്ധ സെവേറിനസ്. തനിക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത ശേഷം ഈജിപ്തിലെ മരുഭൂമിയിൽ പോയി സന്യാസ ജീവിതം നയിച്ച വിശുദ്ധനാണ് വിശുദ്ധ സെവേറിനസ്. സമ്പന്നമായ റോമൻ പ്രഭു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പക്ഷേ പണമോ പദവിയോ അദ്ദേഹത്തെ മോഹിപ്പിച്ചിരുന്നില്ല. ശാന്തനായിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷേ ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിലിറങ്ങി സുവിശേഷ പ്രഘോഷകനായി മാറുവാനുള്ള വിളി അദ്ദേഹം സ്വീകരിച്ചു. ഇന്നത്തെ ഓസ്ട്രിയയുടെ ഭാഗമായ ഞൊറീസത്തിലായിരുന്നു അദ്ദേഹം സുവിശേഷ പ്രവർത്തകനായി ജീവിച്ചത്. പിന്നീട് വിയന്നയ്ക്ക് സമീപമുള്ള ഒരാശ്രമത്തിൽ സന്യാസ ജീവിതവും നയിച്ചു. യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്ക് അഭയമേകുവാൻ വിശുദ്ധൻ ഒരുപാട് അഭയകേന്ദ്രങ്ങൾ തുടങ്ങി. നാട്ടിൽ മഞ്ഞുകാലത്ത് ആഹാരം എത്തിക്കേണ്ട കപ്പൽ വരാതിരുന്നതിനെ തുടർന്ന് ക്ഷാമം അനുഭവപ്പെട്ടു. മഞ്ഞുകട്ടകൾ മൂലമാണ് കപ്പൽ തീരത്തെത്താനത് എന്ന് സെവേറിനസിന് മനസ്സിലായി. അദ്ദേഹം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ മഞ്ഞുകട്ടകൾ തകരുകയും കപ്പൽ തീരത്തെത്തുകയും ചെയ്തു. ലോകത്ത് അങ്ങോളം ഇങ്ങോളം നഗ്നപാതനായി സഞ്ചരിച്ച് വിസ്തൻ സുവിശേഷ പ്രഘോഷണം നടത്തി. യാത്രയ്ക്കിടെ എവിടെയെങ്കിലും ഒരു ചാക്ക് വിരിച്ചു കിടന്ന് അദ്ദേഹം ഉറങ്ങും. ദിവസം ഒരു തവണ മാത്രമായിരുന്നു അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. നോമ്പ് കാലത്ത് അത് ദിവസങ്ങൾ കൂടുമ്പോൾ 1 എന്ന തോതിലായി. തന്റെ മരണവും അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചു. പ്രവചനം പോലെ മരണസമയത്ത് 150 സങ്കീർത്തനം പാടി വിശുദ്ധ സെവേറിനസ് മരിച്ചു. വിശുദ്ധ സെവേറിനസിനെ പോലെ എല്ലാ സമയവും ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.